അത്യാവശ്യം നല്ല വെള്ളമുള്ളതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണ്. ഈ ഭാഗമൊക്കെ ഉണ്ടോ, വെള്ളമൊഴുകി ഭയങ്കര സ്മൂത്തായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി, ഭാഗമൊക്കെ പോയി. വെള്ളം കുറവായതുകൊണ്ട് കുറേ പേര് താഴെ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ചാട് സീനാട്ടോ അവന്മാർ. മോനെ സ്കില്ലന്മാർ തന്നെ. ഇത് ഒരുത്തനെ കടിച്ച് താഴെ ഇടിക്കുന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പം നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് കേട്ടോ. ഇതൊരു രാവിലെ ഉള്ളൊരു സൂപ്പർബ് മോർണിംഗ് റൈഡാണ്. ഇപ്പം നമ്മളത് ഉള്ളത് കൊല്ലം തെങ്കാശി റൂട്ടിലാണ് കേട്ടോ. നല്ല വളഞ്ഞു പുളഞ്ഞ റോഡും രാവിലത്തെ മോർണിംഗ് റൈഡും. ട്രാഫിക് വളരെ കുറവാണ്, ലോറി ട്രാഫിക് കുറവാണ്. നമ്മൾ അമ്പനാട് പോയ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിൽ പോകുന്നത്. കാരണം അമ്പനാട് കണ്ടതിന് ശേഷം നമ്മളൊന്ന് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പാലരുവി വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കാം എന്ന പ്ലാൻ ഉണ്ടായിരുന്നു. എന്തോരം വെള്ളം ഉണ്ടെന്നൊന്നും അറിയില്ല, അതൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. സോ വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. തെന്മല ഡാം എത്തി ഗൈസ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുള്ളൂ കേട്ടോ. തെന്മല ഡാമിൻ്റെ സൈഡിലേക്ക് നമ്മളെത്തി. ഇപ്പോൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പുനലൂരാണ്, സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ തെങ്കാശി. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റാണ് പോകാനുള്ളത്, സ്ട്രെയിറ്റ് പോവാം ഗായ്സ്. അപ്പോൾ അതേ നമ്മുടെ 13 കണ്ണകപ്പാലം അങ്ങ് ദൂരെ കാണാം കേട്ടോ. ഇത് ഭയങ്കര ഐക്കോണിക്കാണ് കേട്ടോ. ഓ, അടിപൊളിയാണ് ഈ സംഭവം. എപ്പോൾ വന്നാലും നമ്മൾ ആ 13 കണ്ണക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ, ഓരോരോ ആർച്ചിനെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്. ഇന്നും അത് തന്നെയാണ് പ്ലാൻ. നമ്മളിപ്പോൾ തെന്മലയിൽ നിന്ന് പാലരുവി കുളിക്കാൻ പോവാണ് കേട്ടോ. നൈസായിരിക്കും ഈ ചൂട് കാലത്ത് ഒരു ഗെറ്റ് അവേ. ഈ ചൂടിൽ നിന്നുള്ളൊരു എസ്കേപ്പാണ് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോയി കുളിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. അവിടെ പോയി കുളിക്കാം, നൈസായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളിപ്പോൾ ഇത്ര നേരം അമ്പനാട് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്പനാട് ഓഫ് റോഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് കുറച്ച് ടയർഡായി നമ്മൾ. അപ്പോൾ ആ ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ പാലരുവിയിൽ പോയി കുളിക്കാം എന്ന് തീരുമാനിച്ചു. എന്തായാലും കുളിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പോവാം, അടിച്ചു പൊളിക്കാം. അപ്പോൾ പാലരുവിയിലേക്ക് പോകാനുള്ള ടേൺ കണ്ടോ. നമ്മൾ ആ ജംഗ്ഷൻ കുറച്ചൊന്ന് പാസ് ചെയ്ത് പോയി. അപ്പോൾ ഓക്കെ, പാലരുവി വാട്ടർഫോൾസ് വേഗം ആയിക്കൊള്ളാം. എന്നിട്ട് കയറിയപ്പോൾ തന്നെ ഒരു കൂളിംഗ് ഒക്കെ ഉണ്ട്, കുറച്ച് തണലുണ്ട്. ബസ്, കാറ്, ബൈക്ക് എല്ലാം ഇവിടെ പാർക്ക് ചെയ്ത് പോകും. അപ്പോൾ ഗൈസ്, നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് കേട്ടോ. 75 രൂപ ഒരു ഇൻഡിവിജ്വലിനും പിന്നെ 20 രൂപ 25 രൂപ എന്തുണ്ട് ഈ ബസ്സിനും. അങ്ങനെ മൊത്തം ഒരാൾക്ക് ഒരു 100 രൂപ ആകുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇവർ ഈ വണ്ടി സർവീസൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചുമ്മാ പോയിട്ട് വരാം. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പാലരുവി എത്തി കേട്ടോ. പാലരുവി എത്തി. ഇനി ഒരു കുറച്ച് ദൂരം നടക്കാനുണ്ട്. വണ്ടിയിലാണ് വന്നത്. ഇപ്പോൾ കുറച്ച് കുരങ്ങന്മാരെ കണ്ടോ, ചാടി കളിക്കുന്നു. എടാ മോനെ, കോപ്പോ അടിച്ചുകൊണ്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു. ക്യാമറ അടിച്ചുകൊണ്ട് പോകല്ലേ, ഇവന്മാർ വില്ലന്മാരാണ്. നോക്കി ചാട് സീനാട്ടോ ഇവന്മാർ. മോനെ സ്കില്ലന്മാർ തന്നെ. ഒരുത്തനെ കടിച്ച് താഴെ ഇടിക്കുന്നു. നോക്കി, അയ്യോ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഗൈസ്,
ഇനി അധികം വെള്ളമൊന്നുമില്ല, വേനലായതുകൊണ്ട് അധികം വെള്ളമില്ല എന്നാണ് കേട്ടത്. പക്ഷെ എന്നാലും ജസ്റ്റ് കുളിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് പോവാം. ഇവിടെ ഫീസായിട്ട് 70 രൂപ ഒരു അഡൽറ്റിനും 25 രൂപ വണ്ടി പാർക്കിങ്ങിനും ഉണ്ട് കേട്ടോ, ബൈക്കിന്. കാറിന് എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഫീ ഇപ്പോൾ പുതിയത്. പിന്നെ അവിടെ ഇപ്പോൾ കൗണ്ടറിൽ നിന്ന് നമ്മളെ വണ്ടിയിൽ കയറ്റി ഈ പേയ്മെൻറ്റ് പാത ഇറക്കുന്ന അത്ര എന്തോ ഒരു 15 മിനിറ്റ് റൈഡ് ഉണ്ട്. ഇപ്പോൾ വണ്ടി ഉണ്ട്, നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഇവരുടെ വണ്ടി ഫോറസ്റ്റിൻ്റെ വണ്ടി കയറിയിട്ടാണ് നമ്മൾ എത്തേണ്ടത്. കൊള്ളാം, നല്ല ഫെസിലിറ്റിയാണ്. ഒരു പരിധിവരെ ഈ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ ഈ വേനലായതുകൊണ്ടാണ് ഇവിടെ അധികം റഷ് ഇല്ലാത്തത്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഓക്കെ, ഫോറസ്റ്റുകാർ മൊത്തം ഉണ്ട് സേഫ്റ്റിക്ക്. എന്തായാലും പോവാം അങ്ങോട്ട്. പാല് പോലെ വെള്ളം ഒഴുകുന്നതുകൊണ്ടാണ് പാലരുവി എന്ന് പേര് വന്നതെന്നാണ് കേട്ടോ. പിന്നെ മേളിലൊരു മണ്ഡപമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. നല്ല മഴക്കാലത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര വെള്ളമായിരിക്കും. യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം അത്രയ്ക്ക് വെള്ളമില്ല. ഇവിടേക്ക് ഇനി മഴക്കാലത്തും കൂടെ വരണം. അത്യാവശ്യം നല്ല വെള്ളമുള്ളതായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണ്. ഈ ഭാഗമൊക്കെ ഉണ്ടോ, വെള്ളം ഒഴുകി ഭയങ്കര സ്മൂത്തായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി, ഭാഗമൊക്കെ പോയി. വെള്ളം കുറവായതുകൊണ്ട് കുറേ പേര് താഴെ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. പാലരുവി വെള്ളച്ചാട്ടം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി താഴെ വെള്ളത്തിൽ പോയി കുളിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ. കുളിയൊക്കെ പാസ്സാക്കി ഇനി പോവുക, തിരിച്ചു പോവുക. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.